ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഫൗണ്ടർ ആയിട്ടുള്ള അഭിജിത്ത് ദീപകിനെ തല്ലുന്നത് അത്ര വലിയ കുറ്റമാണോ? അത്ര വലിയൊരു തെറ്റാണോ? നമുക്കൊരു വീഡിയോ കാണാം. നമ്മളിപ്പോൾ കണ്ടിട്ടുള്ള വീഡിയോ എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, ഈ അഭിജിത്ത് ദീപക് CJPയുടെ ഫൗണ്ടർ ആയിട്ടുള്ള അഭിജിത്ത് ദീപകിനെ അടിച്ച ഒരു 5 അക്യൂസ്ഡ് ഇവർക്ക് ജാമ്യം കിട്ടി ഇവർ പുറത്തു വരുന്ന സീനാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അതായത് പൂമാല ഒക്കെ ഇട്ട് ഇവരെ സ്വീകരിക്കുന്നു, അതിന്റെ കൂടെ ജയ് ശ്രീറാം വിളി വേറെ. ഈ കാര്യങ്ങളൊക്കെ കുറച്ച് നാളുകളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒന്നെങ്കിൽ റേപ്പിസ്റ്റ്, ഈ റേപ്പിസ്റ്റ് ഒക്കെ എന്ത് ചെയ്യും, ഈ ജാമ്യം കിട്ടി പുറത്തിറങ്ങുമ്പോൾ ഇതേ പരിപാടികൾ നടക്കാറുണ്ട്. രണ്ടാമത്തേത് ഈ വലിയ വലിയ ക്രിമിനൽസ്, കൂടുതലും ഈ കൊലപാതകികൾ, ഇവരൊക്കെ ജാമ്യം കിട്ടി പുറത്തേക്ക് വരുമ്പോൾ ഇതുപോലെ പൂമാലൊക്കെ ഇട്ട് സ്വീകരിച്ച് കൊണ്ടുപോകുന്നത് കാണാം. അപ്പോൾ അത്ര വലിയ തെറ്റാണോ ഈ CJPയുടെ ഫൗണ്ടർ ആയിട്ടുള്ള അഭിജിത്തിനെ അറ്റാക്ക് ചെയ്യുന്നത്? ആ ഒരു ലെവലിലേക്ക് എത്തി അഭിജിത്ത്. ഈ ജയ് ശ്രീറാം വിളിച്ച് നടക്കുന്ന ആളുകളും അതുപോലെ രാമരാജ്യമാക്കണം അല്ലെങ്കിൽ ഹിന്ദു രാഷ്ട്രമാക്കണം എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന ആളുകൾക്ക് യഥാർത്ഥത്തിൽ രാമൻ അല്ലെങ്കിൽ രാമരാജ്യം എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലായിട്ടില്ല. അതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, അതായത് രാമരാജ്യം എന്ന് പറയുന്നത് ഹിന്ദു രാഷ്ട്രം എന്നല്ല. രാമരാജ്യം എന്ന് പറയുന്നത് നീതി, അതുപോലെ സമാധാനം, സമൃദ്ധി, ധർമ്മം, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ജസ്റ്റിസ്, അതായത് പ്രൈമറി ഗോൾ എന്ന് പറയുന്നത് ജസ്റ്റിസ് ആൻഡ് പീസ് ആണ്. ഈ ഇങ്ങനെയുള്ള ഒരു സമൂഹം ഉണ്ടാക്കണം, അതാണ് രാമരാജ്യം എന്നതിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഇതുപോലുള്ള ക്രൈംസ് ചെയ്തിട്ട്, അത് എന്ത് ക്രൈംസ് ചെയ്യട്ടെ, എന്ത് ക്രൈം ചെയ്താലും ഇപ്പോൾ ക്രൈം ചെയ്യുന്നിടത്തൊക്കെ ജയ് ശ്രീറാം എന്നൊരു വിളി വരും. അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇന്ത്യയിൽ. ഓക്കെ, അപ്പോൾ യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള സന്ദർഭത്തിൽ ഉപയോഗിക്കേണ്ട ഒരു കാര്യമല്ല ഈ ജയ് ശ്രീറാം എന്ന് പറയുന്നത്. അത് ആദ്യം മനസ്സിലാക്കുക. അത് മാത്രമല്ല, ഈ RSS എന്ന് പറയുന്ന ഒരു ടീമിന് അല്ലെങ്കിൽ സംഘികൾക്ക് എന്താണ് ബുദ്ധിയില്ല എന്ന് പറയുന്നതിൽ മറ്റൊരു തെളിവ് ഞാൻ കാണിച്ചു തരാം. കൊല്ലം കടവൂരിൽ ബ്രസീൽ പതാകകൾക്ക് RSS വിലക്ക്. പതാക കെട്ടിയ കുട്ടികളെ RSS പ്രവർത്തകർ ഭീഷണിപ്പെടുത്തി. പലയിടത്തും ബ്രസീൽ പതാക അഴിപ്പിച്ചു. പതാകയ്ക്ക് പാകിസ്ഥാൻ പതാകയുമായി സാമ്യമുണ്ടെന്ന് ആരോപിച്ചാണ് നീക്കം. ഉയരത്തിൽ കെട്ടിയ പതാക പോലീസിനെ ഉപയോഗിച്ച് നീക്കം ചെയ്തെന്നും ആരോപണം. വിശദാംശങ്ങളുമായി ഷമീർ ചേർന്നു. ഷമീർ, ഇതെന്താണ് ഇത് കലിപൂണ്ട ഒരവസ്ഥ RSSന്? വിശദാംശമൊന്നും വേണ്ട, ഇത്ര തന്നെ. അതായത് ബ്രസീലിന്റെ കൊടി കണ്ടപ്പോൾ പച്ച കണ്ടപ്പോൾ അവർക്ക് അത് പാകിസ്ഥാനായി തോന്നി, അപ്പോൾ തന്നെ ഊരി കളയാൻ പറഞ്ഞു. എന്താ ഇതിനൊക്കെ? ഒരു പച്ച കാണാൻ പോലും സാധിക്കാത്ത അവസ്ഥയായി ഇവന്മാർക്ക്. അതായത് ഒരു രാജ്യത്തിന്റെ പതാകയാണ് അത്, അതുപോലും മനസ്സിലാവുന്നില്ലേ? അല്ലെങ്കിൽ എന്താണ് ഇവരുടെ പ്രശ്നം? ഇതുപോലുള്ള ആവശ്യമില്ലാത്തതിന് പ്രശ്നം ഉണ്ടാക്കാതെ ആവശ്യമുള്ളതിന് പ്രശ്നം ഉണ്ടാക്കുക. അതായത് യഥാർത്ഥ ഇന്ത്യയിലുള്ള പ്രശ്നത്തിന് വേണ്ടിയിട്ട് സംസാരിക്കൂ. ഇപ്പോൾ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്, ഇഗ്നോയുടെ ചോദ്യ പേപ്പർ ചോർന്നു, 199 രൂപയ്ക്ക് എന്ത് ചെയ്യുന്നത് വാട്സാപ്പിൽ വിൽപ്പനയ്ക്കെന്ന് പരാതി വന്നിട്ടുണ്ട്. നിങ്ങൾ അത് മനസ്സിലാക്കണം. അതായത് ഇപ്പോൾ ടെലിഗ്രാമിലൂടെയാണ് നീറ്റിന്റെ പേപ്പർ ചോർന്നതെന്നും പറഞ്ഞ് ടെലിഗ്രാം ഇപ്പോൾ ബാൻ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് വാട്സപ്പ് ആയിരിക്കും. ഇവർ ഇങ്ങനെ ഓരോ മീഡിയാസ്, അതായത് പ്ലാറ്റ്ഫോംസ് ബാൻ ചെയ്യുക, അല്ലാതെ ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്തില്ലേ? ഇതാണോ ഇവരുടെ സൊല്യൂഷൻ? അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, എത്ര പേപ്പർ, എത്ര എക്സാംസ് പ്രശ്നം വന്നു. നീറ്റ് പേപ്പർ ലീക്ക്, CBSE, CUT, അതുപോലെ SSCന്റെ ഒരു കോൺട്രവേഴ്സി വന്നിട്ടുണ്ട്. അങ്ങനെ ഒട്ടനവധി. ഇപ്പോൾ സിവിൽ സർവീസിന്റെ എക്സാമിനും കോൺട്രവേഴ്സി വന്നിട്ടുണ്ട്. അതായത് ഒരു കംപ്ലൈന്റുമായിട്ട് NSU പോയിട്ടുണ്ട്. അതായത് 86ഓളം ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തിട്ടുണ്ട്, ലീക്ക് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞാണ് ഇപ്പോൾ കംപ്ലൈന്റ് പോയിട്ടുള്ളത്. അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് പറഞ്ഞാൽ അത് അന്വേഷണം വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എന്താണ് അതിന്റെ സത്യാവസ്ഥ എന്നുള്ളത്. അപ്പോൾ സിവിൽ സർവീസ് എക്സാമിന്റെ വരെ എന്ത് ചെയ്തിട്ടുണ്ട്, ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ആയിട്ടുണ്ട് എന്നുള്ള പരാതിയാണ് ഇപ്പോൾ പോയിട്ടുള്ളത്. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നതാണ് ഇഗ്നോന്റെ ഈ ചോദ്യ പേപ്പർ, അതും ലീക്ക് ആയിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ലക്ഷക്കണക്കിന് കുട്ടികളുടെ ഭാവി വെച്ചിട്ടുള്ള കളികളാണ് ഈ എക്സാംസ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ എക്സാം ഒക്കെ ലീക്ക് ആവുകയും അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള കോൺട്രവേഴ്സീസ് വരികയും ചെയ്തു കഴിഞ്ഞാൽ ആർക്കാണ് ഈ സിസ്റ്റത്തിൽ പിന്നെ വിശ്വാസ്യത ഉണ്ടാവുക? ഈ കാര്യത്തിനൊക്കെ ആരാണ് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നത്? ആരും റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നില്ല. അല്ലെങ്കിൽ ഒരാൾ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കണം, പക്ഷേ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ ആരും തയ്യാറല്ല. എന്നാൽ അതേസമയം വലിയ വലിയ എന്തെങ്കിലും അച്ചീവ്മെന്റ്സ് ഉണ്ടായി കഴിഞ്ഞാൽ അതെടുക്കാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും. ഇപ്പൊ തന്നെ CBSEയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ CBSEയിൽ പുതിയൊരു മാർക്കിംഗ് ഗ്രേഡ് സിസ്റ്റം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിന് വലിയ തരത്തിലുള്ള ഒരു പുഷ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് വലിയ തരത്തിലുള്ള ഒരു അച്ചീവ്മെന്റ് ആണ് എന്ന രീതിയിൽ. എന്നാൽ അതിൽ 36ഓളം ഫോൾട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് മുമ്പ്. പക്ഷെ അതിന് നിസ്സാരവൽക്കരിച്ചിട്ടാണ് ഈ ഒരു കാര്യം മുന്നോട്ടേക്ക്, അതായത് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ വലിയ തരത്തിലുള്ള അച്ചീവ്മെന്റ് ആയിരുന്നു. പക്ഷേ
ഇപ്പോൾ അതിന് CBSE കോൺട്രവേഴ്സി വന്നേരം ഏറ്റെടുക്കാൻ ആളില്ല. എന്തേ ഏറ്റെടുക്കാൻ പറ്റില്ല അല്ലെ? ഇതുപോലുള്ള അച്ചീവ്മെന്റ്സ് ഒക്കെ ഏറ്റെടുക്കാൻ പറ്റും, അല്ലാതെ ഇതുപോലുള്ള പ്രശ്നങ്ങളൊന്നും ഏറ്റെടുക്കാൻ ഇവിടെ സർക്കാരിന് സമയമില്ല, ആർക്കും അതിന് താല്പര്യവുമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഇന്ത്യയിൽ, നമ്മുടെ ഭാരതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇതിലൊന്നും അവർക്ക് ഒരു പ്രശ്നവുമില്ല. അവർക്ക് ഒന്നുകിൽ പാകിസ്ഥാൻ അല്ലെങ്കിൽ ഹിന്ദു മുസ്ലിം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവർക്ക് ഇൻട്രസ്റ്റഡ്. എന്തിന് ഈ കേരളത്തിൽ നമ്മുടെ KSRTC എന്ത് ചെയ്തിട്ടുണ്ട്, ഫ്രീ ആയിട്ട് സ്ത്രീകൾക്ക് ഫ്രീ ആയിട്ടുള്ള റൈഡ് കൊടുക്കുന്നുണ്ട്. പക്ഷെ അത് ഓർഡിനറിയിലാണെന്നാണ് എൻ്റെ ഒരു അറിവ്. അപ്പോൾ അതിന് വരെ പ്രശ്നമുണ്ടാക്കുന്നു. അതായത് എല്ലാ ബസ്സിലും എന്ത് ചെയ്യണം, ഫ്രീ ആക്കണം എന്ന് പറഞ്ഞിട്ട് പ്രശ്നമുണ്ടാക്കുന്നു ഇവരെ പോലത്തെ ആളുകൾ. പക്ഷേ അതേ പ്രശ്നങ്ങൾ അവർ മറ്റുള്ള കാര്യങ്ങളിൽ, അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഫ്രീ ആയിട്ടുള്ള ട്രാവൽ ഒന്നും അല്ല പ്രധാനം. അതിനേക്കാളും പ്രധാനമാണ് കുട്ടികളുടെ എഡ്യൂക്കേഷൻ. ആ എഡ്യൂക്കേഷന്റെ ഓരോ എക്സാമിന്റെയും പ്രശ്നങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെ ആർക്കും ചോദ്യം ചെയ്യേണ്ട. അതാണ് ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ ഒരു ടെലിഗ്രാം എന്ന് പറയുന്ന ഒരു ആപ്പ് അത് ബാൻ ചെയ്യുന്നതാണ് ഇതിനുള്ള സൊല്യൂഷൻ എന്ന്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.